ഹലോ ഗേസ്, എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗേസ്, ഞാൻ നാട്ടിലാന്ന് പറഞ്ഞല്ലോ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കുരുപ്പുകളെ കൊണ്ട് ശല്യം ചെയ്യാം ഗേസ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ മിസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉമാർ എവിടെ നിന്ന് എണീറ്റ് വരുന്നതെന്ന് എനിക്കറിയാം. ഏതാ കട്ടിലേ വന്ന് അടി കൂടുവാണ്. ലാസ്റ്റ് അല്ലി സഹിക്കാറാണ്. അപ്പം ഞാൻ പിടിച്ച് രണ്ട് ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് രണ്ട് വഴക്കൊക്കെ പറഞ്ഞ് രണ്ടും കണ്ട അടിയാണ് ഗേസ്. ഇപ്പോൾ ഒരു പാവമാണെന്ന് വിചാരിക്കുന്നവരാണ് ഇങ്ങനെ അലമ്പ്. അല്ലെങ്കിലും മിണ്ടാ പൂച്ച കള്ള ഉടയ്ക്കുമെന്നാണല്ലോ. ലാസ്റ്റ് അവനെ പിടിച്ചതിനാണ് ഞെക്കൊക്കെ ഞെക്കിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഗേസ്. ലാസ്റ്റ് കയറി ഷേക്കാനൊക്കെ തന്നിട്ടാണ് പാവൻ്റെ കൊച്ചു പോയത്. എന്നാലും അവനെ സ്നേഹം കണ്ട ലാസ്റ്റ് സോപ്പിടുവാണവൻ. അല്ലെങ്കിലും അങ്ങനെയാണ്. അവൻ ഭയങ്കര ഉടായ്പാണ്, ഏറ്റവും വലിയ ഉടായ്പ തന്നെയാണ്. പിന്നെ കുറച്ച് നേരം ഞാൻ സ്വപ്നക്കൂട് തുടങ്ങാൻ പോവാണ്. അതിന് മുമ്പത്തെ സിനിമയൊക്കെ കണ്ട് ഇത് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചീനി വേവുന്നതിന് മുമ്പ് ഇങ്ങനെ ഉപ്പിട്ട് തിന്നുന്നത്. അങ്ങനെ അതൊക്കെ തിന്നുകൊണ്ട് ഞാൻ TV കാണുവാണ്. അത് കണ്ടത് ഒരുത്തം വന്ന് അടുത്ത ശല്യം. TV ആണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് TV യിലാണ്. അവൻ TVയും കാണും, എന്നെ ആക്രമിക്കും. എന്തിനു ചെയ്യാനാണ്? പിന്നെ ഇന്ന് എനിക്ക് അമ്മൂമ്മയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോകണം. ഇതാണ് ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിലുള്ള എസ് ഭാരത്. ഇവിടെ ആരാ വന്ന് ഉദ്ഘാടനം ചെയ്തതെന്ന് അറിയാമോ? ആരാ ലാലേട്ടനാണ് കേസ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് അമ്മൂമ്മയും കൊണ്ട് ഞാൻ ഇങ്ങനെ ഹാർട്ടിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് വന്നേക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ദൈവം കണ്ടോ, സ്വപ്നക്കൂടിനകത്ത് ഭാവന റിജക്റ്റ് ചെയ്യുന്ന കേസിന് അവൻ ഇരുന്ന് വിഷമിക്കുന്നത്. അതിൻ്റെ കൊച്ച് കാണാതെ പോകുന്നുണ്ടോ? ഭാവനയല്ല, സോറി, മീര ചേച്ചി റിജക്റ്റ് ചെയ്യൂലേ ഇങ്ങനെ ഇറക്കി വിടുന്ന സീന്. പിന്നെ ഞാൻ വൈകിട്ട് അമ്പലം അടയ്ക്കാൻ നേരത്ത് അമ്പലത്തിലൊക്കെ പോയി. പിന്നെ വീണ്ടും വീട്ടിൽ വന്നിട്ട് എൻ്റെ സ്നേഹനിധിയായ അനിയെ എനിക്ക് ഷാർജയൊക്കെ അടിച്ചു തന്നു ഗേസ്. കൊള്ളത്തില്ലായിരുന്നെങ്കിലും കൊള്ളാമെന്ന് പറയണം, പാവം പിടിച്ചാണ് തന്നെയല്ലേ. പിന്നെ അവൻ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി പൂച്ചസാറിന് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. ഇത് കണ്ടില്ലേ, എൻ്റെ വീട്ടിലെൻ്റെ അനി ഞാൻ വീട്ടിൽ നിന്ന് പറയുന്നത് അതാണ്. അമ്പലത്തിൽ വന്നതിന് ശേഷം നെറ്റിൻ്റെ കുറിയൊക്കെ കണ്ടില്ലേ, അമ്പലത്തിൽ പോയതിൻ്റെയാണ്. കള്ളക്കുറിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ അനി ഇപ്പോഴും 9ാം ക്ലാസ്സിലാണ്. അവൻ ഇപ്പോഴും കൊച്ചു TV ആണ് കാണുന്നത്. ഈ കൊച്ചു TV കാണുന്നതിനാണ് ഞങ്ങൾ ഏറ്റവും വലിയ അടി. പിന്നെ രാത്രി 5-6 മുന്തിരിങ്ങയൊക്കെ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതൊക്കെ പറക്കൊണ്ട് വന്നു. ഹോസ്റ്റലിലാണെങ്കിൽ നമ്മളിങ്ങനെ സ്വന്തം പൈസ ഇങ്ങനെ അക്കൗണ്ടിൽ വെച്ചെന്നാൽ വാങ്ങാൻ എനിക്ക് ഭയങ്കര പിശുക്കാണ്. ഇവിടെ ആകുമ്പോൾ എന്തുകൊണ്ടിരും ഞങ്ങൾ തിന്നും. പിന്നെ പാലക്കാച്ചി കുടിച്ച് ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു ഗേസ്. എന്നെ കണ്ടിട്ട് ഓടുന്നുണ്ടോ? നോക്കി ഇഞ്ചിടോ? വേണ്ടോ?